എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്തോളാം. അത് നല്ലൊരു ആൻസറാണ്. ഇത് ആദ്യം തന്നെ അറിയാമായിരുന്നു, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ജാസ്മിനും അവനെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചോ അല്ലെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് വിചാരിച്ചോട്ടല്ല. പ്രേമം എന്ന് പറയുന്നു. രണ്ട് സൈഡിൽ നിന്നും ഇതിന് തെറ്റുണ്ട്. പക്ഷെ അവൻ ഓപ്പണായിട്ട് പറഞ്ഞത് അതിനേക്കാളും വലിയ തെറ്റ്. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ ഫ്ലേർട്ട് ചെയ്തോളാം എന്ന് വെച്ചാൽ എന്താ? അവൻ എന്തൊക്കെയാണ് അതിനകത്ത് കാണിച്ചു കൂട്ടിയേ? ആദ്യം തന്നെ ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ മാൻ ഷുഡ് നോ ഹൗ മച്ച് ഹീ ക്യാൻ മാനിപ്പുലേറ്റ് എ ലേഡി, ഹൗ മച്ച് ഹീ ക്യാൻ മിസ്യൂസ് എ ലേഡി. അതാണ് അവൻ ചെയ്തത്. ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ, ഒരു ജസ്റ്റിസ് ഇല്ലാതെ വെറുതെ അപ്പം ഇങ്ങനെ പ്രേമമാണെന്ന് നടിച്ചു. പക്ഷെ ജാസ്മിന് ഗബ്രിയോട് പ്രേമമുണ്ടായിരുന്നില്ല. ഗബ്രിക്ക് പ്രേമമാണെന്ന് ജാസ്മിൻ തെറ്റിദ്ധരിച്ചു. അവളുടെ സൗന്ദര്യം കണ്ടിട്ട്, ഗ്ലാമർ കണ്ടിട്ട് പ്രേമമാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വയം ആശ്വസിച്ചു. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വേർഡ്. ഇവൻ എന്നോട് പ്രേമമാണ്, അപ്പോൾ എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്നോടെല്ലാവർക്കും, അങ്ങനെ ചില മെൻറ്റാലിറ്റി, അങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട്. എന്നെ ഇഷ്ടമാണ്, എന്നോട് പ്രേമമാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ച് നടക്കുന്ന ഗേൾസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കംഫർട്ട് സോണിലോട്ട് ജാസ്മിനെ കൊണ്ടുവന്ന് ജാസ്മിൻ്റെ ഗെയിമെല്ലാം ഓഫാക്കി ഗബ്രി. അതാണ് നടന്നത്. ജാസ്മിന് തിരിച്ച് ഗബ്രിയോട് പ്രേമം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും ഇല്ല, പ്രേമമില്ലായിരുന്നു. അവൾ ഗെയിം തന്നെയാണ് എടുത്തത്. അത് ഗെയിമാക്കി എടുത്തെടുത്ത് അവൻ സിൻസിയറായിട്ടുള്ള ഫ്രണ്ടാണെന്ന് അവൾ വിശ്വസിച്ചു. ഒരിക്കലും ഗബ്രി സിൻസിയറായിട്ടുള്ള ഫ്രണ്ടല്ലായിരുന്നു, അവൻ്റെ ഗെയിം ആക്കുകയായിരുന്നു. പവർഫുള്ളാണ് എന്ന് കണ്ട് ഇവളുടെ ഗെയിം ഓഫാക്കി. അതേ സെയിം ടൈം ഇവളിൽ കൂടെ മറ്റുള്ളവരുടെ ഗെയിമും ഇവൻ ഓഫാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഗബ്രി വന്ന് എല്ലാവരിടത്തും പോയിട്ട് സംസാരിക്കുന്നുണ്ട്, കൂട്ടാവുന്നുണ്ട്, അപ്സരയായിട്ട് ക്ലോസാണ്, അങ്ങനെ പലരുമായിട്ടും ക്ലോസ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, പക്ഷേ നിന്നെ എനിക്ക് ഫ്ലേർട്ട് ചെയ്യണം. പലരെയും ശ്രീധുവിൻ്റെ അടുത്ത് പോയി ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും കാണാൻ കൊള്ളാവുന്ന എല്ലാ പെമ്പിളരുടെ അടുത്തും പോയിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് പറ്റും. അതാണ് അവൻ്റെ ശീലം. അവൻ്റെ ശീലങ്ങൾ, അവൻ്റെ ആക്ഷൻസ് അവന് മാറ്റാൻ പറ്റില്ല, ഗബ്രിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് പറയേണ്ടത്? അവനും പ്രേമമില്ലായിരുന്നു, ഇവൾക്കും പ്രേമമില്ലായിരുന്നു. പക്ഷേ ഇവന് പ്രേമമുണ്ടെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. അതാണ് സംഭവം. അവന് പ്രേമമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതൊരു കോൺഫിഡൻസ് ആണല്ലേ. മറ്റ് 10 പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യമുണ്ട്, ഓക്കെ, അതുകൊണ്ടൊരു കോൺഫിഡൻസ് കൊണ്ട് ആണാണേലും പെണ്ണാണേലും കുറേ പെൺപിള്ളേർക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൺപിള്ളേരുണ്ട്. എന്ന് പറഞ്ഞ പോലെ കുറേ ആൺപിള്ളേർക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്ന കുറേ പെൺപിള്ളേരുണ്ട്. നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന എത്രയോ ഗേൾസ് ഉണ്ട്. എന്നാൽ സ്വയമായിട്ട് കണ്ണാടി നോക്കി നമ്മുടെ ലിമിറ്റ്സ് ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസ്ട്രിക്ഷൻസ് ഇത്രയാണ് എന്ന് മനസ്സിലാക്കുന്ന ആരും തന്നെ ഇല്ല. സ്വയം മനുഷ്യനെ വിലയിരുത്താൻ, നമ്മളെ വിലയിരുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊന്നും പോയി വീഴില്ല. ഇപ്പോൾ അടുത്ത ആഴ്ച വെളിയിൽ പോകുമോ എന്നുള്ളതാണ് ജാസ്മിൻ്റെ ആങ്സൈറ്റി. ഈ ആങ്സൈറ്റി പുള്ളിക്കാർ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. നമുക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അനുഭവിച്ച് തന്നെ കാണട്ടെ. എനിക്കെല്ലാം പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ എല്ലാം പോയി എന്ന് പറഞ്ഞാൽ അത് പോയി, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ എല്ലാം പോയി എന്ന് പറഞ്ഞ് പോയവർക്ക് ഒരു നിമിഷം ജാസ്മിൻ വരുന്നവരെ ഒരു 50 ദിവസം കൂടെ ഉള്ളൂ, വെയിറ്റ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാമായിരുന്നു എന്ന് മാത്രം ഒരു മെച്യൂരിറ്റിയോടെ നോക്കിയാൽ, അങ്ങനെ ഒരു കമൻറ്റ് മാത്രമേ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ കമൻറ്റുകളും ഇടാമായിരുന്നു, എല്ലാ പോസ്റ്റുകളും ഇടാമായിരുന്നു. വന്നു കഴിഞ്ഞ് ചോദിച്ച് അവളെ കൂടി ഇരുത്തി വെച്ച് ചോദിച്ചിട്ട് പ്രൂഫ് ഇടാമായിരുന്നു. അതിന് മുന്നേ ചാടിക്കറി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതും പോസ്റ്റ് ഇട്ടതും ഒക്കെ ഇമ്മച്യൂരിറ്റിയാണ്. അവളുമായിട്ട് തുടർന്ന് പോകാൻ താല്പര്യമില്ല, ഇങ്ങനെ അവനുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകി, കയ്യിൽ പിടിച്ചു കടിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കാമായിരുന്നു നേരിട്ട്. ഇപ്പോൾ അവനെയും കൂടെ എല്ലാവരും കൂടെ എടുത്തിട്ട്, ആ പറഞ്ഞ ആളെയും കൂടെ എല്ലാവരും കൂടെ എടുത്തിട്ട് വലിച്ചു കീറണം. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാത്ത ഒത്തിരി പേരെ നമുക്കറിയാം. ഒരുപാട് അലിഗേഷൻസ് വന്നു കഴിഞ്ഞ് പ്രതികരിക്കാതിരിക്കുക, അതും ഒരു പ്രതികരണം തന്നെയാണ്. അങ്ങനെ ഇരിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി തിരിച്ച് വന്നു കഴിഞ്ഞ് ചോദിച്ചിട്ട് പ്രതികരിക്കാമോ? നമ്മളൊരു കാര്യം പ്രതികരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പ്രതികരിച്ചാൽ അതിന് കുറച്ചും കൂടെ വെയിറ്റ് കൂടുതലാണ്. അപ്പം അതൊരു സൈഡ്, അത് വെളിയിലുള്ള സൈഡ്. ഇതിനകത്തുള്ള സൈഡ് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ജാസ്മിൻ ഗബ്രിക്ക് പ്രേമമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ കോൺഫിഡൻസിൽ കുറേ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു. എന്നെ ഇവന് ഇഷ്ടമാണ്, എന്നെ എല്ലാ ആൺപിള്ളേർക്കും ഇഷ്ടമാണ്, കാണാൻ ഒബ്വിയസ്ലി ഷീസ് ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് ആ ഒരു ഇതിൽ കുറേ നടന്നു. പിന്നെ ആ കുട്ടിക്ക് സൈക്കോളജിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും ഒരാളുടെ സ്പെഷ്യൽ അറ്റൻഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി,
വീട്ടിൽ കുറേ നാളത് കിട്ടി, ഇടയിൽ അനിയൻ വന്നപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല, ആ സ്റ്റേജിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല ഇന്ന് വരെ. നല്ലൊരു കൗൺസിലിംഗ് പോയാൽ ബെറ്റർ ആയിരിക്കും. നല്ലൊരു കൗൺസിലിംഗ് ഒരു കുറേ സിറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുനിന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അതാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. വേറെ നമ്മൾ കുറേ മാറി നിന്ന് കുറ്റം പറഞ്ഞിട്ട് അബ്യൂസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവൾക്ക് എവിടെയാണോ നടന്നു വന്ന വഴികളിൽ കുറേ സ്റ്റെപ്പുകൾ മിച്ചമായി, കുറേ സ്റ്റെപ്പുകൾ വിട്ടുപോയി, ആ സ്റ്റെപ്പുകൾ കയറാൻ സഹായിക്കുക എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുള്ളൂ. അത് അവരുടെ വീട്ടുകാർ എഫേർട്ട് എടുക്കട്ടെ, സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കട്ടെ. 1, 2, 3, 5 സിറ്റിംഗ് കഴിഞ്ഞാലേ ഇത് സെറ്റാവത്തുള്ളൂ. പിന്നെ ഗബ്രിയെക്കുറിച്ച് എനിക്ക് ഒരു കമൻറ്റും ഇല്ല. കാരണം ഞാനിങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല പക്ഷെ ഫ്ലേർട്ട് ചെയ്യാം. അതൊരു ഗ്രാൻഡഡായിട്ട് എടുക്കുകയാണ്. ഒരു ഗേൾ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ അവളെ എങ്ങനെയും യൂസ് ചെയ്യാം, എങ്ങനെയും വളയ്ക്കാം, എങ്ങനെയും അവളോട് സംസാരിക്കാം, കാണാൻ കൊള്ളാമെന്ന് പറയും, നിന്നെ കാണാൻ ഈ സിനിമാ നടിയെപ്പോലാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവരുടെ ഫ്രണ്ട്സിനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ വീഴാതിരിക്കുക. നമ്മളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ സ്വയം അറിയുക, നമ്മൾ സ്വയം വിലയിരുത്തുക, അതാണ് വേണ്ടത്. അല്ലാതെ മറ്റൊരാൾ നമ്മളെ കണ്ടാൽ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നത്, മുഖത്ത് നോക്കി പറയുന്നത് ശരിക്കും നമ്മളെ യൂസ് ചെയ്യാനാണ് മിസ്യൂസ് ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക.